ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫോൺ പണിപ്പുരയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു 100 രൂപയുടെ പണിക്കുള്ള കേസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഫോൺ കിട്ടി. കയ്യോടെ ഞാൻ കൊണ്ടുപോയി കുത്തിയിട്ട് ഫുൾ ചാർജൊക്കെ ആക്കി രാവിലെ മുതൽ വീഡിയോ എടുക്കുന്ന പരിപാടി അങ്ങ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. മിക്കപ്പോഴും തന്നെ നമുക്ക് വീട്ടിലത്തെ രാവിലത്തെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ ഒക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതാ എണീറ്റ് വന്ന പാടെ എന്നത്തെയും പോലെ അരി അടുപ്പയിലിട്ടു. പിന്നെ ഇതാ തോരനൊക്കെ ആക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ പിള്ളേർക്ക് അത് തോരൻ വെക്കാം. പിന്നെ ഒരു പാവയ്ക്ക കുറച്ച് സൈഡൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. പാവയ്ക്ക തോരൻ കൊടുത്തു വിട്ടാൽ പിള്ളേർ കഴിക്കത്തില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് തോരനാക്കാമെന്ന് വിചാരിച്ചത്. പാവയ്ക്ക തോരൻ കുറച്ച് മുളകൊക്കെ കൂട്ടിയിട്ട് ആക്കി വെക്കാം. പിന്നെ എനിക്കും ഏട്ടയ്ക്കും അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ തൈര് ഇരിപ്പുണ്ട്, പിന്നെ ചിക്കൻ ഇരിപ്പുണ്ട്. പൊതി കൊണ്ടുപോകാൻ തോരനും ചിക്കൻ വറുത്തും പിന്നെ ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് കുറച്ച് തൈരോടെ കൊടുത്തു വിട്ടാൽ മതിയല്ലോ. പിന്നെ ഇന്ന് നമുക്ക് കാപ്പിയുടെ പരിപാടി ഒന്നുമില്ല കേട്ടോ. ഇന്ന് ഞാൻ റവ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. പഴം ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിന് ഇന്നലെ ഞാൻ റവയൊക്കെ എടുത്ത് നന്നായിട്ട് വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ലൂസായിട്ട് മേടിച്ച റവയായിരുന്നേ. അപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്ത് റെഡിയാക്കി ഒരു പാത്രത്തിൽ ഇട്ട് മൂടി വെച്ചു. അപ്പം പാത്രത്തിന് അടപ്പ് ശരിക്കും അങ്ങ് മുറുകുന്നില്ലാത്ത കൂട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് വറുത്തല്ല ഇങ്ങനെ കേടാകത്തില്ല, രാവിലെ തന്നെ എടുക്കാവുള്ളല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എടുത്ത് അടുപ്പും പാത്രത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കിന് റവയൊക്കെ മറിഞ്ഞ് ഏരിയ മുഴുവൻ കുളമായിരിക്കുമായിരുന്നു. നമ്മുടെ പൂച്ച ആശാൻ അതിലെ പതുക്കെ പല്ലീനെയോ പാറ്റേനെയോ എന്തിനെയൊക്കെയോ പിടിക്കാൻ വേണ്ടിയിട്ട് കയറി അവനത് തട്ടി മറിച്ചിട്ടു കേട്ടോ. എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ നന്നായിട്ട് മുറുക്കി അടച്ച് ഭദ്രമായിട്ട് എടുത്ത് വെക്കണമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു തുള്ളി പോലും തൂത്തെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ടാണ് കേട്ടോ വീണത്. നമ്മുടെ അടുപ്പും പാദത്തിൻ്റെ അങ്ങോട്ടായതുകൊണ്ട് കുറച്ച് ചാരത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് മൊത്തം മിക്സായി മൊത്തം കുളമായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഏട്ടയുടെ വായിന്ന് കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ ആളൊന്നും പറഞ്ഞില്ല. പോയത് പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തൂത്ത് കളയാൻ പറഞ്ഞു കേട്ടോ. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ ഓർത്തു പിന്നെ രാവിലെയൊക്കെ ആയതുകൊണ്ടാണ് വഴക്ക് പറയാത്തതെന്ന് തോന്നുന്നു കേട്ടോ. എണീറ്റ് വന്നത് എങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മുടെ കാപ്പി കുളമായി. ഇനിയിപ്പം ഏത്തക്ക ഇരിപ്പുണ്ട് കേട്ടോ. അത് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അതായിട്ട് പുഴുങ്ങിയാലും പിള്ളേർ ചോറിട്ടിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കിനും ഏത്തക്ക പുഴുങ്ങി വെക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കാപ്പിയുടെ പരിപാടി ക്ലോസ് ആയി. അതോടെ പിന്നെ ചോറുണ്ടാക്കാം. ഞാനും ചോറുണ്ടാകുമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ അടുപ്പയിലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ മുളകൊന്നും അരച്ചല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഇങ്ങനെ മുളകും ഉള്ളിയൊക്കെ കീറിയിട്ടിട്ട് തേങ്ങ ചിരകി അതിൻ്റെ കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ആക്കിയത്. ഇനി നമ്മൾ പാവയ്ക്ക തോരൻ വെക്കാനായിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കടയ്ക്ക് പോയപ്പോഴത്തേക്കിനും ഞാനിവിടെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പം എന്നാ മേടിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഞാൻ മുളക് ഉള്ളിയൊക്കെ പറഞ്ഞ് എന്തോരം വേണമെന്ന് ചോദിച്ചു. ഞാൻ 1/2 കിലോ മുളകൊന്നും പറഞ്ഞു കേട്ടോ. ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 1/2 കിലോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഴുകി പോകുമല്ലോ. അപ്പം ഞാൻ അകത്തു നിന്ന് കുറച്ച് പിഞ്ച് മുളക് എല്ലാം കൂടി ഇങ്ങനെ പെരക്കിയെടുത്ത് നമുക്ക് പാവയ്ക്കയുടെ കൂടത്തിൽ ചേർത്ത് തോരനാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എരിവ് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഒരു സംശയമുണ്ട്. കാരണം പിഞ്ചായതുകൊണ്ട് എരിവ് കാണുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞാലാണ് പിടികിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ പാവയ്ക്കയുടെ കൂടെ ആയതുകൊണ്ട് കുറച്ച് എരിവൊന്ന് ബാലൻസ്ഡ് ആയിക്കോളും. പാവയ്ക്ക നല്ല കയ്പുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർക്ക് നമ്മൾ കൊടുക്കുന്നില്ല, ഇച്ചിരി എരിവ് കൂടുതലാണെങ്കിലും ഏട്ടയ്ക്ക് പിന്നെ എരിവ് കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എരിവും ഉപ്പും പുളിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഹരികൃഷ്ണൻ പറയുന്ന പോലെ ഇച്ചിരി ഉപ്പും എരിവും ഒക്കെ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഏട്ടയ്ക്ക് ഒട്ടും എരിവ് പറ്റത്തില്ലായിരുന്നു. ഒരു തുള്ളി എരിവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്നും പറഞ്ഞിങ്ങനെ നാക്കൊക്കെ അങ്ങനെ ചുമന്ന് വരിക, മൂക്കൊക്കെ ഇങ്ങനെ വേർത്ത് വരും കറിയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിനും കേട്ടോ. എനിക്ക് പക്ഷേ എരിവില്ലാതെ കഴിക്കുമ്പോഴത്തേക്കിനും എനിക്ക് മനം അറിയാനും തുടങ്ങുമായിരുന്നു. നമ്മളങ്ങനെ കഴിച്ച് പഠിച്ചിട്ടേ പിന്നെ പതുക്കെ ഞാൻ എരിവിങ്ങനെ കുറച്ചിട്ട് കൂട്ടി ആക്കി എടുത്തപ്പോൾ ആൾക്ക് എരിവുള്ളതാണ് ഇഷ്ടം. ഇപ്പോൾ എരിവ് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും എന്നോട് ഇങ്ങോട്ട് ചോദിക്കൂട്ടോ, ഇതെന്താ എരിവുമില്ല ഉപ്പുമില്ല അതൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ. നമ്മളാണ് പണ്ട് മുതലേ എരിവിൻ്റെ ആളാണ് കേട്ടോ. ചെറുപ്പത്തിൽ മുതൽ പണ്ട് അച്ഛനിങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ നേരത്തെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ കാന്താരി ചെടികൾ കാണും. അപ്പം എപ്പോൾ ചോറ് കൊടുത്താലും അച്ഛൻ എന്നെ ഓടിപ്പോയി കുറേ മുളകും പറിക്കും, കുറച്ച് ഉപ്പുകല്ലും കൊണ്ടുവരും. എന്നിട്ട് ഇങ്ങനെ ചോറും പാത്രത്തിൻ്റെ സൈഡിൽ വെക്കും. എന്നിട്ട് ചോറുണ്ടുന്ന കൂടത്തിൽ ഇങ്ങനെ കാന്താരി മുളക് ഉപ്പും കൂട്ടി കടിച്ച് അങ്ങ് തിന്നും കേട്ടോ. പിന്നെ റബ്ബർ വെട്ടാനൊക്കെ പോകുമ്പോഴത്തേക്കിനും മിക്കപ്പോഴും 10 മണിക്ക് നല്ല കഞ്ഞിയൊക്കെ ആയിരിക്കും കൊണ്ടുവന്നത്. കഞ്ഞിയും തൈരൊക്കെ ആയിരിക്കും കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും
ഇതുപോലെ ആയിരിക്കും റബ്ബർ തോട്ടത്തിൽ അവിടെ ഇവിടെയൊക്കെ കാന്താരി കാണും. അതൊക്കെ ഒടിച്ച് ഇങ്ങനെ ഒടിച്ച് കാന്താരിയൊക്കെ കൂട്ടിയായിരിക്കും കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കൂട്ടത്തിൽ പോകുമ്പോൾ നമുക്കും കിട്ടും കഞ്ഞിയും കാന്താരിയൊക്കെ കേട്ടോ. അപ്പോൾ അന്ന് മുതലുള്ള ശീലമാണ്, അതങ്ങ് ശീലിച്ചങ്ങ് പോയിട്ടോ. പിന്നെ ഒത്തിരി എരിവ് കഴിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, എനിക്കിതുവരെ ഇങ്ങനെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ഇന്നാളെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരോ ഇങ്ങനെ പറഞ്ഞ് ഒത്തിരി ഇങ്ങനെ എരിവ് കഴിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ കാന്താരി ഒന്നും കഴിച്ചാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഈ പാണ്ടിമുളകല്ലല്ലോ. അവരിടയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേട്ട് കാന്താരിയൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. അതിനൊരു തവണ കിലോ ഇവിടെ 800 രൂപ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലായിട്ട്. കിലോ 800 രൂപയ്ക്ക് മുകളിലുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറേ കാന്താരിയൊക്കെ പറിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ, കയ്യൊരു വീട്ടിലായിരുന്ന സമയത്ത്. ഇപ്പം അത്രയും വിലയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ കുറേ ആയാലും ഇങ്ങനെ പുറത്തോട്ടിറങ്ങിയും സാധനം മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. പണ്ട് കല്യാണത്തിനൊക്കെ മുന്നേ വീട്ടിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഡ്യൂട്ടി തരുമായിരുന്നു. നമ്മുടെ പറമ്പിൻ്റെ അവിടെ കൊക്കോക്ക പറിക്കുക, പിന്നെ പാക്ക് പറിക്കുക, പിന്നെ ഇതുപോലെ കാന്താരിയൊക്കെ പറിക്കുക, പിന്നെ തോട്ടപ്പയർ, അങ്ങനെയൊക്കെ പറിക്കാനും കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാം പറിച്ച് കൂട്ട് വന്നിട്ട് വിറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അച്ഛൻ ഞങ്ങൾക്കൊരു വിഹിതമൊക്കെ തരുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറിച്ചും കൊടുത്തുമൊക്കെ ഒത്തിരി ഇപ്പം അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തോരനായി. പിന്നെ നമ്മളത് ചിക്കൻ വറക്കുന്നുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച കൂടി ഞാൻ കുറച്ച് മാറ്റി വെച്ചാണ്, പിള്ളേർക്ക് പൊതു കൊണ്ടുവന്നിടത്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇത്ര ഉള്ളു കേട്ടോ ആകെപ്പാടെ. ഇത് ലാസ്റ്റ് ഭാഗമാണ്. പൊതിക്കുണ്ടാകുന്നത് കൃത്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചിക്കനും വറുത്തു. പിന്നെ പിള്ളേരെയൊക്കെ എണീപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് എന്നത്തെ പോലെ രാവിലെ ഒരു അംഗം വിട്ടാണ് കേട്ടോ സ്കൂളിൽ പോകാൻ നേരത്ത്. ഇപ്പോൾ കുഞ്ഞാപ്പിക്കാണെങ്കിൽ മടിയായി തുടങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിൽ നേരത്തെ സ്കൂൾ ബാഗൊക്കെ എടുത്ത് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾക്ക് ഭയങ്കര മടിയാണ്. ഞാൻ സ്കൂളിൽ പോയില്ലേലും വലുതാവും അമ്മയെന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു സ്കൂളിൽ പോയാലോ മോനെ വലുതാവത്തുള്ളൂ, പഠിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ പോയില്ലേലും വലുതാവും അമ്മ, ചോറുണ്ടാവും മതി എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ അബീനെ ഏൽപ്പിച്ച് ആദ്യം തന്നെ ഒരുക്കി റെഡിയാക്കി നിർത്തുന്നുണ്ട്. അബിക്കാണ് താമസം, കൊമ്പൊക്കെ കിട്ടി വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അബീനെ ഒരുക്കും. കുഞ്ഞാപ്പിക്ക് പിന്നെ മുടി കെട്ടൽ പരിപാടിയില്ല, അതുകൊണ്ട് ഡ്രസ്സും ഇട്ട് ഒന്ന് കണ്ണൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ മതിയല്ലോ. അയ്യോ പക്ഷേ ഇന്ന് മുടി കെട്ടാൻ നല്ല സമയം എടുത്തു കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കൊമ്പ് കാണുന്നില്ല. ഞാൻ പിന്നെ ഏട്ടയുടെ വട്ടച്ചീപ്പ് വെച്ചാണ് മുടിയൊക്കെ ഒന്ന് ഈരിയെടുത്തത്. പക്ഷേ അത് വെച്ചിങ്ങനെ വകച്ചിലെടുക്കാനൊക്കെ ഭയങ്കര പാടല്ലേ, അവത്തേലിങ്ങനെ കിട്ടത്തില്ല കേട്ടോ. അവന് ഞാൻ ഒരു തരത്തിലൊന്ന് ഈരിയെടുത്ത് ഇവർ തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കളയുന്നത് കേട്ടോ. എപ്പോൾ നോക്കിയാലും ഈ മുടികെട്ടലും കളിയും ഇങ്ങനെ മുടി ഈരിക്കൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ ആണ്. എന്നിട്ട് കളിയൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടും കേട്ടോ. അങ്ങനെ അത് പോയി. പിന്നെ ഞാൻ ഇങ്ങനെ തപ്പി എടുക്കും. പിള്ളേർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും വീണ്ടും ഇതൊക്കെ തന്നെ പരിപാടി കേട്ടോ. അങ്ങനെ ആ പിള്ളേരെയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഏട്ടായി ജോലിക്ക് പോകാൻ ധൃതിപ്പെട്ട് ഏട്ടായും പോയിട്ടോ. എനിക്ക് പിന്നെ ഇന്ന് കുറച്ച് സമയം വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്ത്. പിന്നെ ഞാൻ വിചാരിച്ച സ്ഥിരം അങ്ങനെ റൊട്ടീനായിട്ട് എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ എടുക്കുന്നതാണല്ലോ, ഇപ്പോൾ കുറച്ച് സ്കിപ്പായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ രണ്ടുപേരെയും ഒരുക്കി പറക്കി സ്കൂൾ വണ്ടി വന്ന് കയറ്റി വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുങ്ങി അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. ഒരുങ്ങുന്ന വരെ ഇങ്ങനെ മടിയാണ്, പോനോമേ എന്നൊക്കെ ചോദിച്ചു ഇപ്പോൾ കേട്ടോ. നേരത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇപ്പം എന്നെ പറ്റിയെന്ന് അറിയത്തില്ല. അങ്ങനത്തെ സ്കൂൾ വണ്ടി വന്ന് രണ്ടുപേരും സ്കൂളിലേക്ക് പോയി കേട്ടോ. ഇത്രയൊക്കെ അടുക്കി പറക്കി നീറ്റാക്കി നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും രാവിലത്തെ ബഹളം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയായിരിക്കും, ഒരു റേട്ട് കഴിഞ്ഞ പോലെ ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്പീഡിൽ എന്തെങ്കിലുമൊക്കെ എടുക്കുകയും പെറുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചൊക്കെ കാര്യങ്ങൾ അങ്ങ് പടപെടാൻ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുക്കിപ്പറക്കൊക്കെ കേട്ടോ. അങ്ങനെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പരിപാടി കഴുകാനുള്ള പാത്രം എല്ലാം വാരിയിട്ടിട്ട് നമ്മുടെ അടുപ്പും പാത്രമൊക്കെ എല്ലാം ഒന്ന് തുടച്ച് മേശയൊക്കെ ഒന്ന് തുടച്ചിടും. അത് കഴിഞ്ഞിട്ട് കഴുകാനുള്ള സകലമാന പാത്രങ്ങളൊന്ന് കഴുകി വെക്കൂട്ടെ. എത്രയൊക്കെ അപ്പം കഴുകിയാലും കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവും, ചോറുണ്ടതോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചതോ പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കുറേ പാത്രങ്ങൾ കാണും കേട്ടോ. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ കഴുകി എന്നത്തെയും പോലെ നമ്മുടെ സിങ്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മാങ്ങാപ്പഴം തിന്നിട്ടാകും ബാക്കി കാര്യം എന്ന് വിചാരിച്ച് ഞാൻ ഇതുവരെ കാപ്പി കുടിച്ചില്ല കേട്ടോ. കാപ്പി കുടിക്കണം, പണിയൊക്കെ തീർത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8:45 ഉള്ളൂ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ബാക്കി പരിപാടിയും തീർത്ത് കുളിയും കഴിഞ്ഞ് വന്നിരുന്നിട്ട് കാപ്പി സ്വസ്ഥമായിട്ട് കുടിക്കാമല്ലോ എന്ന് ഓർത്ത് കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മാങ്ങാപ്പഴം കഴിച്ചു. ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. ആദ്യത്തെ ഞാൻ കഴിച്ച് നമ്മുടെ മാത്തേല തന്നെയാണ്. പിന്നെ ബാക്കി ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് ബാക്കി എടുത്ത് വെച്ച് പിള്ളേർക്ക് വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി ഗ്ലാസും കപ്പൊക്കെ ഇരിക്കുന്നിടത്ത് യഥാസ്ഥാനത്ത് കൊണ്ട് വെച്ച് അടുത്ത
പരിപാടി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി തുടയ്ക്കുക എന്നുള്ളതാണ്. അപ്പം കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാനൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് ഇതാ ഫാനിൻ്റെ നമ്മുടെ ലീഫൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്തെ റൂമിലെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നെ തുടച്ചിട്ടും വലിയ പ്രയോജനമില്ല, അനക്കമില്ലാത്ത ഫാനാണ്, ഒരു ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫാനൊക്കെ തുടച്ചതിന് ശേഷം വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു, പുതിയ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നൊന്ന് അടിച്ച് വാരിയിട്ട് മൊത്തത്തിലൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ ദിവസമായി തുടച്ചിട്ട് ഇങ്ങനെ അടാവിടിയും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ തുടയ്ക്കലൊന്ന് കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം റൂമിനകത്തൊക്കെ അപ്പടി ഈർപ്പാവില്ല, മഴയൊക്കെ ആണെങ്കിൽ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ വെള്ളമയമായിരിക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ തുടച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനും ഒരു ഈർപ്പമയമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടയ്ക്കലങ്ങ് കുറച്ചേക്കായിരുന്നു. ഇനിയിപ്പോൾ തുടച്ചാലും കുഴപ്പമില്ല, ഇനി പിള്ളേർ വരുമ്പോഴത്തേക്കിനും ഉണങ്ങിക്കോളുമല്ലോ, വേറെ തുണിയും കൂടി ഇട്ടങ്ങ് തുടച്ച് വിടാമെന്ന് വിചാരിച്ച്. പിള്ളേരാണെങ്കിലും ചവിട്ടി കയറാനും തെന്നി വീഴാനും തുപ്പി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നിട്ട് ആ റൂമും അടുക്കളയും എല്ലാം ഒന്ന് അടിച്ചു വാരുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ടുണ്ട് നമ്മൾ പെരയൊക്കെ ഒന്ന് കഴുകിയിട്ട്. സാധാരണ ഞാനിങ്ങനെ ഇടവിട്ടൊക്കെ പെര തുടയ്ക്കുമെങ്കിലും മാസത്തിലൊന്നോ അല്ലെങ്കിൽ ഒരു 1.5 മാസമൊക്കെ ആകുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ വെള്ളം ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് കഴുകും കേട്ടോ. ചൂലും ഒക്കെ വെച്ചിട്ട് അടിച്ച് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയും കൂടെ വിടാറുണ്ട്. സാധാരണ എല്ലാവരും തുടയ്ക്കാറാണല്ലോ ഉള്ളത്. പക്ഷേ ഇനിയിപ്പോൾ മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ, മൊത്തത്തിൽ ഈർപ്പാവണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത്ര അടിച്ച് വാരിയൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇതാ മഴ അടുത്ത ട്രിപ്പ് പെയ്യാനായിട്ട് തുടങ്ങി. മൊത്തം ഇരുണ്ട് മൂടി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ പോയി കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ കുറച്ച് കുടിവെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രം കഷ്ടിയേ വെച്ചിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ പതിമുഖം ഇട്ട് വെച്ച് രാവിലെ പിള്ളേർക്ക് ഉലുവ ഇട്ടാണ് വെള്ളം ആക്കി കൊടുത്തത്. പിന്നെ വന്നിട്ട് ജനലും വാതിലും തുറന്ന പെട്ടി അങ്ങ് അടച്ചിടുകയാണ്. ഊതാന അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്, അപ്പോൾ ഊതാന അടിച്ചിട്ട് മൊത്തം വെള്ളത്തുള്ളിയൊക്കെ ഇങ്ങനെ പെരക്കകത്തോട്ടാവണ്ടല്ലോ. അങ്ങനെ ജനലും ഒക്കെ അടച്ച് അതേപടി ഇട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ മണി പ്ലാന്റിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തപ്പോഴാണ് അവത്തിൽ പുതിയ നാമ്പിട്ട് തിക്കുന്നത് കണ്ട് കേട്ടോ. കുഞ്ഞാപ്പി കഴിഞ്ഞ ദിവസം കറി വെക്കാനാന്ന് പറഞ്ഞ് യുത്തിയിൽ നിന്ന് കുറച്ച് ഇല നുള്ളിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് വിട്ടാണ് അവിടെ പുതിയ നാമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫ്ലവർ വേസ് ഇങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവർ ഇവിടെ നിന്ന് പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ കുഞ്ഞാപ്പി ഇത് ഇല പറിച്ച് കളിക്കലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മണി പ്ലാന്റ് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കിനും കാണത്തില്ല. അതുകൊണ്ടാണ് ഫ്ലവർ വേസ് പ്ലാസ്റ്റിക്കിൻ്റെ ആകുമ്പോഴത്തേക്കിനും അങ്ങനെ പറിച്ചുകൊണ്ട് പോവുകയല്ലോ. അപ്പം അങ്ങനെ വെള്ളമൊക്കെ ആക്കി വെച്ചു. അതിന് ശേഷം വന്നിട്ട് ആ തുണിയൊക്കെ ഇട്ട് തറയൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തറ തുടയ്ക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒടിഞ്ഞങ്ങ് പോയിട്ടോ. അതെന്ത് കാണിച്ചാന്ന് എനിക്കറിയില്ല. ഒടിഞ്ഞു പോയത് നമ്മൾ പിടിക്കുന്ന ഏരിയയല്ല, താഴത്തെ വശത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങ് ഒടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ വെച്ചിട്ട് തുണി കൂട്ടി അങ്ങ് തുടയ്ക്കുകയാണ്. ഇതാണ് സത്യം പറഞ്ഞാൽ സുഖം കേട്ടോ. കാരണം മുക്കും മൂലയൊക്കെ നന്നായിട്ട് നമ്മുടെ കൈ എത്തും. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്കിന് കോണിലോട്ടൊക്കെ അങ്ങ് പോകാൻ വലിയ പാടാണ് കേട്ടോ തുണിക്ക്. അങ്ങനെ ആ അടുക്കളയും തുടച്ചു, പിന്നെ നമ്മുടെ ബെഡ്റൂമും തുടച്ചു, കട്ടിലിൻ്റെ അടിയും ഒക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇങ്ങനെ നമുക്ക് ക്യാമറ വെച്ചെടുക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മാത്രമേ വീഡിയോ എടുത്തുന്നുള്ളൂ. അങ്ങനെ ഫുള്ള് തുടച്ച് അച്ഛൻ്റെ മുറിയും ഒക്കെ തുടച്ചു. പിന്നെ ആ മുറിയിൽ ഇപ്പം ബൾബില്ല, ഞാൻ അവിടുത്തെ ബൾബ് ഊരി അടുക്കളയിലേക്ക് ഇട്ടാണ്. അതുകൊണ്ട് അവിടെ വെട്ടമില്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ ഒന്നും വീഡിയോ എടുക്കാത്ത കേട്ടോ. മറ്റേ മുറിയിൽ നമ്മൾ അങ്ങനെ അധികം കയറുന്നില്ലാത്തതുകൊണ്ട് പുറത്ത് വെട്ടം ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അകത്ത് വെട്ടം കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ ബൾബ് ഊരി എടുത്തതാണ്. അടുക്കളയിലെ ബൾബ് നമുക്ക് വാഴത്തേയില്ല കേട്ടോ. അവിടെ ബൾബിട്ട് ഞാൻ മടുത്ത്. ഒന്നിടും, കൂടിപ്പോയി 1 മാസം, അത് കഴിയുമ്പോഴത്തേക്കിനും അത് തെളിയത്തില്ല. വീണ്ടും അവിടുന്ന് ഇവിടുന്നൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടും. പക്ഷേ ഇതൊക്കെ തന്നെ അവസ്ഥ കേട്ടോ. അങ്ങനെ പെരയെല്ലാം അടിച്ച് തുടച്ചു. അപ്പോൾ നമ്മുടെ പെരയിലെ അത്യാവശ്യം എല്ലാ പണിയും തീർന്നു. അങ്ങനെ നമ്മുടെ പെരയിലെ അത്യാവശ്യം എല്ലാ പണിയും തീർന്നു കേട്ടോ. കഞ്ഞിയായി, കറിയായി, കുടിവെള്ളമായി, പിന്നെ അടിച്ചു തുടച്ചു, പിന്നെ കഴുകാനുള്ള തുണി എല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അലക്കി എടുത്ത് കഴിഞ്ഞിട്ട് പതുക്കെ ഒരു പിഞ്ഞ് വിരിച്ചാൽ മതി. കാരണം ഇപ്പം വലിയ കാര്യമായിട്ട് വെയിലൊന്നും ഇല്ല കേട്ടോ. വെയിൽ വരുമ്പോഴത്തേക്കിനും മതിയല്ലോ. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞു വിരിച്ചു, എല്ലാം ക്ലീൻ ആൻഡ് നീറ്റാക്കിയാണ് ഇട്ടേക്കുന്നത്. ഇനിയിപ്പം ഇളക്കി മറിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വൃത്തിക്ക് കിടക്കും വൈകിട്ട് 4 മണി വരെ. പിള്ളേരിങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ ചൂരും അടിച്ചു വാരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുറകെ നടന്ന് ശരിയാക്കേണ്ട പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പെരയിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് മുറ്റത്തോട്ടിറങ്ങി. മുറ്റത്തൊക്കെ നന്നായിട്ട് ചപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അടുത്ത മഴ വരുന്നതിനിപ്പുറം വേഗം അടിച്ച് തൂത്ത് കളഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. റോഡിൻ്റെ പിന്നെ അങ്ങ് താഴ്വശമൊന്നും അടിക്കാൻ ഇന്ന് പോയില്ല. കാരണം മഴയൊക്കെ പെയ്ത് അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തെന്നിക്കിടക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ചൊന്ന് വെള്ളം വരിയാതെ അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ പ്ലിക്കേന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് തെന്നി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം മാത്രം ഒന്ന് അടിച്ച് റെഡിയാക്കിയിട്ടുള്ളൂ. അങ്ങനെ മുറ്റം തൂത്തു. പിന്നെ വന്നിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ സൈഡ് വശവും താഴെ വശവും ഒക്കെ ഒന്ന് അടിച്ച് വാരി ചപ്പെല്ലാം വാരിക്കൊണ്ട് കളയുന്നുണ്ട്.
മഴയാണെങ്കിൽ കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് ചപ്പൊക്കെ ഇങ്ങനെ അടിച്ചു കൂട്ടി വാരി നമ്മൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഇടുകയാണ് കേട്ടോ പതിവ്. പിന്നെ കുഴപ്പമില്ല, എല്ലാ ഇലയൊക്കെ ആയതുകൊണ്ട് അവിടെ കിടന്ന് അങ്ങ് അഴുകിപ്പോക്കോളും. പ്ലാസ്റ്റിക് ഒന്നും നമ്മളിപ്പോൾ അങ്ങനെ പറമ്പിലൂടെ ഇടുന്നില്ലല്ലോ. പിന്നെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ ഭയങ്കര പാടാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. മഴയാണെങ്കിൽ ഇലയൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും, പ്രത്യേകിച്ച് റോഡിൻ്റെ അവിടെ ഇങ്ങനെ പതിഞ്ഞിരിക്കും. കിള്ളി കളയാൻ ഭയങ്കര പാടാണ്, നല്ല സമയം എടുക്കും കേട്ടോ അടിച്ച് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മുറ്റെല്ലാം അടിച്ചിട്ട് വന്നു. ഇനി ഒന്ന് കുളിക്കാനായിട്ട് പോവുകയാണ്, ഫ്രഷ് ആകാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഷാമ്പു ഒക്കെ ഇട്ടാണ് കുളിക്കുന്നത്. കുറേ നാളായി ഷാമ്പു ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇത് ഏട്ടായും ഇങ്ങനെ ഒരു എലമെൻസിൻ്റെ കമ്പനിയുടെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അപ്പടി മുടി ഒഴിച്ചിലായതുകൊണ്ട് ഒരു എണ്ണയുണ്ട്, പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊരു മരുന്നുണ്ട് കേട്ടോ. മരുന്നെന്ന് പറയത്തില്ല, ഫുഡ് സപ്ലിമെൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് നാളത്തെ വീഡിയോയിൽ പറയാം. നാളെ മുതൽ നമ്മൾ ഹെയർ കെയർ കൂടെ അങ്ങ് ഉൾപ്പെടുത്താണ്. നാളെ മുതൽ ഹെയർ കെയർ ചലഞ്ച് തുടങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു, ഒരു 2 മാസത്തേന് എനിക്കൂടെ ഒന്ന് ചെയ്യാമല്ലോ. അപ്പോൾ എൻ്റെ ഒപ്പം ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ കൂടിക്കോളൂ കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുടിയിലുള്ള അഴുക്കൊക്കെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് ഷാമ്പു ഒക്കെ ഇട്ട് മുടി ഒന്ന് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ തലയിൽ താരൻ പോകാൻ എന്താണ് ഒരു മാർഗം ചേച്ചിന്ന് കേട്ടോ. എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഉലുവയുടെ പാക്കാണ്. ഉലുവ തലേദിവസം കുതിർത്തിട്ടിട്ട് പിറ്റേ ദിവസം നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചിട്ട് കുറച്ച് വെള്ളം കൂടി കൂട്ടി ലൂസാക്കിയിട്ട് തലയിൽ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഉരച്ച് നന്നായിട്ട് നഖം കൊണ്ട് ഇങ്ങനെ അമർത്തി തല ചൊറിഞ്ഞ് കഴുകുക എന്നുള്ളതാണ് കേട്ടോ. അത് ഒറ്റ ദിവസം ചെയ്താലൊന്നും പോകത്തില്ല, ഇടവിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഹെയർ കെയർ കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞു റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കഴിക്കണം. വയറാണെങ്കിൽ വിശന്നിട്ട് സംഘഗാനം പാടുന്നുണ്ട്. അപ്പോൾ വേഗം പോയി കഴിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. ചോറാണ് കേട്ടോ ഞാൻ പോകുന്നത്. നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ കറിയൊക്കെ കൂട്ടി അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ സെൻ്റ് അടിക്കുകയാണ്. എല്ലാവരും വല്ലയിടത്തും പോകുമ്പോഴാണ് അടിക്കുന്നത്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ സെൻ്റൊക്കെ അടിച്ച് ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. കാലത്തും വൈകിട്ടും ഇതൊക്കെ തന്നെ പരിപാടി. അപ്പോൾ ഇതാ നമ്മുടെ കഴുകാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് പതുക്കെ പിഴിഞ്ഞെടുത്ത് വിരിച്ചാൽ മതി. വെയിലൊക്കെ വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ചാത്തിലോട്ടായാലും പതുക്കെ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.